ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ പൂന്താനം 1640 മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഭാരതമഹിമ എന്നൊരു ഭാഗമുണ്ട്. അത് കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട്. നമ്മുടെ പുരാണങ്ങളും ഭാരതം എന്ന ആശയം എത്ര കണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്നതും നമുക്കറിയാം. അപ്പോൾ അതിപുരാതനമായ ഒരു ഭാരതമുണ്ടായിരുന്നു. അതിൻ്റെ ആധുനിക ഉയർത്തെഴുന്നേൽപ്പാണ്, വിഭജനം അവിടെ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ ആധുനികമായ ഉയർത്തെഴുന്നേൽപ്പാണ് 1947 ഓഗസ്റ്റ് 15, അല്ലേ? തീർച്ചയായിട്ടും ഭാരതം എന്നൊരു സങ്കല്പം തീർച്ചയായും അതിപുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ആ സങ്കല്പം അവിടെ നിലനിൽക്കെ തന്നെയാണ് വൈദേശിക ശക്തികൾ നമുക്ക് നൽകിയ പേരുകളാണ് ഹിന്ദുസ്ഥാൻ. അതായത് ഹിന്ദുസ്ഥാൻ എന്ന പേര് ഇവിടെ നമ്മളായിട്ട് സ്വാംശീകരിച്ചെടുത്തതല്ല. പേർഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അത് ഇന്നത്തെ ഇറാൻ ആ പ്രദേശം, ആ പേർഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദിയുടെ കിഴക്ക് പ്രദേശത്ത് താമസിക്കുന്ന ജനപദങ്ങൾ, ഈ എല്ലാ ജനപദങ്ങളും പല പല ചെറിയ രാജ്യങ്ങളാണ്, എല്ലാ ജനപദങ്ങളും ചേർന്ന ആ പ്രദേശത്തെ മുഴുവൻ വിളിക്കുന്ന പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദു എന്നത് സിന്ധു തന്നെയാണ്. അപ്പൊ സിന്ധു സകാരം എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിൽ ആകാരമായിട്ട് മാറിയപ്പോൾ സിന്ധു ഹിന്ദുവായി ഹിന്ദുസ്ഥാനായി മാറി. അപ്പൊ അതൊരു മതത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം അവിടെ ഉണ്ടാകുന്നില്ല. അതൊരു സംസ്കാരത്തിന്റെ, ഒരു ജനതയുടെ, ഒരു പ്രദേശത്തിന്റെ ആകമാന വിളിപ്പേരാകുന്നു ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ എന്നത്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡസ് റിവർ, സിന്ധു നദിയെ ഗ്രീക്കുകാർ വിളിക്കുന്ന ഇന്ത്യ അങ്ങനെ വന്ന പേരുകളാണ്. അപ്പൊ ഈ പേരുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഭാരതം, ഹിന്ദുസ്ഥാൻ, ഇന്ത്യ എന്നീ എല്ലാ സംജ്ഞകളും സൂചിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഇതൊരു സാംസ്കാരിക ഭൂമികയാണ്. ആ സാംസ്കാരിക ഭൂമിയുടെ ഈ രാഷ്ട്രീയ അതിർവരമ്പുകൾ പല സമയത്ത് പല രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാംസ്കാരിക ഭൂമിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ദേശീയതയാണ് പക്ഷേ ഇപ്പം നമ്മുടെ ഒരു സംസാര വിഷയമായിട്ട് വന്നത്. ആ ദേശീയതയുടെ അതിരുകൾ എവിടം വരെയാണ്? ഈ രാഷ്ട്രീയ അതിരുകൾ, അതായത് ഭൂമിശാസ്ത്രവും രാഷ്ട്രീയപരവുമായ അതിരുകൾ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ തർക്കമുണ്ടാകുന്നത്. ആ തർക്കം ഒരുപക്ഷെ ഇന്നത്തെ അതൊരു മതപരമായ ഒരു ആംഗിൾ അവിടെ വരികയാണ്. പാകിസ്ഥാൻ എന്ന മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിം രാജ്യം, ബംഗ്ലാദേശ് എന്ന ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ ആ ഭൂമിയെ ചേർക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു സാംസ്കാരികമായ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും, ആ സിന്ധു നദി പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്, ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും എന്ന ആ ഒരു സംജ്ഞയ്ക്ക് ഒരു മതത്തിന്റെ മാത്രം ഒരു പരിപ്രേക്ഷ്യം വരികയാണ്. അവിടെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ മോഹൻ ഭാഗവത്തിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2022 ഒരു പ്രസ്താവനയുണ്ടായി. അതായത് മുൻ ചരിത്രമെല്ലാം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് പറയുന്നു, ഈ ഒരു സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി അഖണ്ഡ ഭാരത ഒരു സ്ഥാപനത്തിനായി ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഭൂമിശാസ്ത്രപരമായ ഒരു നിറമല്ല അദ്ദേഹം അന്ന് കൊടുത്തത്. അപ്പൊ അദ്ദേഹം കൊടുത്തത് ഇതൊരു കാറാണ്. ഈ കാറിനൊരു എഞ്ചിനുണ്ട്, പവർഫുൾ എഞ്ചിനാണ്, ഡിറ്റർമിൻഡ് എഞ്ചിനാണ്. ബ്രേക്ക് എന്നൊരു സാധനമില്ല, ആക്സിലറേറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തടയാൻ വരിക, അത് പരിശീലിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ആശയം എന്ന നിലയിൽ, ഞാനിപ്പോഴും ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ആശയം എന്ന നിലയിൽ മാത്രമാണ്. ഒരു ആശയത്തെയും ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ആ ആശയത്തിനൊരു ഭൗതിക രൂപം വരികയും അവിടെ ജിയോഗ്രാഫിക് അതിർവരമ്പുകൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ മാറ്റം വരികയും ചെയ്യുമ്പോൾ രാഷ്ട്രീയ ഭൂപടം, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിന് അവിടെ മാറ്റം വരികയാണ്. അവിടെ മക്മഹോൺ ലൈനും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർവരമ്പായ മക്മഹോൺ ലൈൻ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയും അഖണ്ഡ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർവരമ്പായ ഡ്യൂറന്റ് ലൈൻ ആകെ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർവരമ്പ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ മാറ്റി വരയ്ക്കപ്പെടേണ്ടി വരും. അവിടെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് തീർച്ചയായും അങ്ങനെ നോക്കി നിൽക്കാനാവില്ല. അതൊരു യുദ്ധമെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കൊന്നും അല്ല നമ്മുടെ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാംസ്കാരിക ദേശീയതയ്ക്ക്
കുറച്ചുകൂടി വ്യക്തത നൽകാൻ കഴിയുമ്പോഴാണ് അഖണ്ഡ ഭാരതം ഒരു നല്ല സങ്കല്പമായി വരുന്നത്. ഇത് ഒരിക്കലും ഒരു യോജിപ്പ് എന്ന് പറയുമ്പോൾ, ഒരു യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും തിരസ്കരിക്കേണ്ടതില്ല. നമുക്ക് സാർക്ക് ഉണ്ടല്ലോ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. രാഷ്ട്രീയമായ വൈജാത്യങ്ങളാൽ പാകിസ്ഥാൻ സഹകരിക്കുന്നില്ല. തീർച്ചയായും ഷാർക്ക് ഇസ് എ പെയിൽ ഷാഡോ ഓഫ് ഹിസ് ഇലസ്ട്രിയസ് പാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാംസ്കാരികമായി അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ട് കോപ്പറേഷൻ ഒരേ പ്രദേശത്തുള്ള സബ് കോണ്ടിനെന്റൽ രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. പക്ഷെ ആ സഹകരണത്തിന് അതിർവരമ്പുകൾ, ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയമായ കൺട്രോൾ ഉൾപ്പെടുന്ന അതിർവരമ്പുകൾ മാറ്റി വരയ്ക്കേണ്ടി ശരിയാണ്. അഖണ്ഡ ഭാരതം എന്ന മുൻപുണ്ടായിരുന്ന വിശാലമായ രാഷ്ട്ര സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള ഇച്ഛാശക്തി ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട്. അതവർ ആവർത്തിച്ച് പറയുന്നുമുണ്ട്.